കുറ്റാക്കൂരിട്ട് ഇവിടെ ലൈറ്റ് ഇല്ലേ? 107 അല്ലേ? എൻ്റെ അമ്മേ, ഫാൻ്റെ സൗണ്ട് ആണോ ഇത്? വ്യൂ ഒന്നും ഇല്ലേ? ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിപ്പോ ഉള്ളത് പോണ്ടിച്ചേരിയിലാണ്. ഒരു 2 ദിവസത്തെ ഒരു ചെറിയ ട്രിപ്പിനായിട്ട് വന്നേക്കുവാണ്. അതെ, അപ്പം 2025 ആദ്യത്തെ ട്രിപ്പിന് തുടക്കം കുറിച്ച് ഈ വർഷത്തെ ട്രിപ്പുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതെ, നമ്മള് പോണ്ടിച്ചേരിയാണ് ഫസ്റ്റ് സെലക്ട് ചെയ്തേക്കുന്നത് അല്ലേ? അതെ, നമ്മള് രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിയതാണ്. ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിയതാണ്. വഴിയിൽ ഫുഡൊക്കെ കഴിക്കാനായിട്ട് നിർത്തി. നമ്മൾ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ 4:30 ആയപ്പോഴേക്കും നമ്മളിപ്പം ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്നൊരു ചായ കുടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങാം അല്ലേ? നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മൾ നോക്കിയ ഹോട്ടൽസ് ഒന്നും നമുക്ക് കിട്ടിയില്ല. ബുക്കിംഗ് എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ അവസാനം ഞങ്ങൾ എന്തായാലും ട്രിപ്പ് വന്നേ പറ്റൂ എന്നുള്ള രീതിയിൽ അങ്ങ് ഇറങ്ങിയതാണ്. നമുക്ക് അവസാനം കിട്ടിയ ഒരു ഹോട്ടൽ നമ്മളങ്ങ് എടുത്തു. ഒന്നും നോക്കിയില്ല. നമ്മൾ ഈ ട്രിപ്പ് നടക്കണം എന്നുള്ള രീതിയിൽ ഞങ്ങളിങ്ങ് ഇറങ്ങി. എന്തായാലും നമ്മളിപ്പോ ഇപ്പം ക്ഷീണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളൊരു ചായ കുടിക്കാം. പിന്നെ പുറത്തെ കാഴ്ചകളും കൂടെ കുറച്ച് കാണാമല്ലോ. നമ്മൾ എന്തായാലും ഇന്ന് വലുതായിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്യുന്നില്ല. അപ്പം ഒന്ന് പോയി ചായ കുടിക്കുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് അവിടേക്ക് ഒന്ന് കണ്ടിട്ട് നമുക്കിങ്ങനെ വരാം. അപ്പൊ എന്തെങ്കിലും വിഷ്വൽസ് അന്നേരം കവർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ കാണിക്കാം. പിന്നെന്താ, അപ്പൊ നമ്മള് ഈ ട്രിപ്പില് എന്തൊക്കെ കവർ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. പോണ്ടിച്ചേരിയാണ് മെയിൻ ലൊക്കേഷൻ. നമ്മുടെ പ്രധാന സംഭവം ഇവിടെ ഫ്രഞ്ച് ടൗൺ ഉണ്ട്, പിന്നെ ഓറോവില്ല്, പിന്നെ ഇവിടുത്തെ നല്ല ബ്ലൂ ഫ്ലാഗ് ബീച്ചൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നാളെ ഒരു ദിവസമാണ് നമുക്ക് ഡേ ഫുള്ള് കവർ ചെയ്യാനുള്ളത്. എന്തൊക്കെ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഒരു ദിവസമേ ഉള്ളൂ. മറ്റന്നാൾ നമ്മൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകണം. അപ്പൊ നാളെ ഒരു ദിവസം ഒരുപാട് ഹെക്ടിക് ആയിട്ട് ഓടിയാണെന്ന് കവർ ചെയ്യുന്നില്ല. റിലാക്സ് ചെയ്ത് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും അത്രയും ജസ്റ്റ്. പിന്നെ ഇതൊരു ചെറിയ സ്ഥലമാണ് പോണ്ടിച്ചേരി എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ഒരുപാട് ഏരിയ ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് ഇതൊക്കെ കവർ ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. എന്തായാലും നോക്കാം. ഞാൻ പ്ലാൻ ഒന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മള്. അതാണ് നമ്മുടെ ഒരു മെയിൻ ചിൽ മോഡ്. ഓക്കെ, അപ്പം നമുക്ക് പുറത്തിറങ്ങിയിട്ട് കാണാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? 22-ാം തീയതി ആരുടെ ബർത്ത്ഡേയാ അറിയത്തില്ലേ? ശരി, യഥാർത്ഥ റിയാക്ഷൻ എനിക്ക് വേണം. എന്നിട്ട് വേണം എനിക്ക് തിന്നാൻ. കൊള്ളാമല്ലേ? കളറിന് ചേരണ്ടോ? അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇതേ തിരിച്ച് റൂമിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി രാത്രി ഡിന്നറിന് കാണാം. കൊള്ളാവോ? വൈബ് കൊള്ളാവോ? വ്യൂവും കൂടെ കിട്ടിയായിരുന്നേ കൊള്ളായിരുന്നു. അങ്ങനെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ നല്ല വെട്ടമുണ്ട്. അടിപൊളി ഡിന്നറായിരുന്നു. വലുതായിട്ടൊന്നും കഴിച്ചില്ല. നമുക്ക് അധികം വിശപ്പില്ലാത്തതുകൊണ്ട് സ്റ്റാർട്ടർ മാത്രമേ കഴിച്ചുള്ളൂ അല്ലേ? സൂപ്പും സ്റ്റാർട്ടറും മാത്രം കഴിച്ചു. ഒട്ടും വിശപ്പില്ലായിരുന്നു. പിന്നെ പട്ടിണി അല്ല, അതെ. ഇനി നേരെ ഹോട്ടലിലോട്ട്. ബാക്കിയൊക്കെ നാളെ.
അപ്പൊ ഇന്നത്തെ ഡിന്നർ കഴിഞ്ഞില്ലയാ? ഡിന്നർ കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ നമ്മൾ പോയി ഉറക്കം കഴിഞ്ഞ് നാളെ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എക്സ്പ്ലോർ ചെയ്യാം. അതെ, ഒരു ദിവസം കൊണ്ടുള്ള എക്സ്പ്ലോറേഷൻ. അതെ. യെസ്, കുറച്ച് ചോക്ലേറ്റ് വാങ്ങി ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ 5 ലിറ്ററിൻ്റെ വെള്ളം നിറച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ അതിൽ നിന്ന് ചെറിയ ബോട്ടിലിലോട്ട് മാറ്റി റൂമിലേക്ക് കൊണ്ടുപോകാൻ എടുത്തോണ്ടിരിക്കുക. എന്തിനാ എവിടെ ഇരിക്കുന്നത് നമ്മൾ? ഞാൻ വിചാരിച്ചു വേറെ പരിപാടി എന്താ, പുള്ളി എന്താ പറയുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മുടെ 2ാമത്തെ ദിവസമാണ്. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വന്നിട്ടുണ്ട്. എല്ലാം നമ്മുടെ സൗത്ത് ഇന്ത്യൻ സാധനങ്ങൾ. ഇന്നത്തെ പരിപാടി എന്തൊക്കെയാ? ഇന്നത്തെ പരിപാടി നമ്മൾ ആദ്യം ഓറോവില്ലയിൽ പോവാണ്. ഓറോവില്ലയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇപ്പം നമ്മുടെ ഹോട്ടലിന് അടുത്ത് തന്നെയാണ് ഫ്രഞ്ച് കോളനിയും ബീച്ചും ഒക്കെ. അപ്പം ആദ്യം ഓറോവില്ലയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ നമുക്ക് നമ്മുടെ അടുത്തുള്ള ഫ്രഞ്ച് കോളനിയൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ₹150 പാർക്കിംഗ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു 20 സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഒരു ഏരിയ ആണ്. അതിൻ്റെ ഏറ്റവും നടുക്കാണ് മാത്രി മന്ദിരം എന്ന് പറയുന്ന ഒരു സംഭവം. അതാണ് ഇതിൻ്റെ ഒരു സെൻറ്ററായിട്ട് പറയുന്നത്. അത് ഏറ്റവും നമ്മുടെ ഒരു ഇന്നർ കോൺഷ്യസ് റിയലൈസ് ചെയ്യാനുള്ള സാധനം എന്നൊക്കെ പറഞ്ഞാണ് പറയുന്നത്, ഒരു സ്പിരിച്വൽ സെൻറ്ററായിട്ട്. അപ്പം അത് നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിനായിട്ടാണ് നമ്മളിപ്പോൾ ഇൻഫർമേഷൻ തൊട്ട് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നടക്കണം. തിരിച്ചു വരാൻ നമുക്ക് ബസ് കിട്ടും. അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ കുഞ്ഞുങ്ങളുള്ളവർക്കോ ഹാൻഡിക്യാപ്പ് ആയിട്ടുള്ളവർക്കോ ഒക്കെയാണ് അങ്ങോട്ട് പോകാനും ബസ്സുണ്ട്. അപ്പം നമ്മളിത് നടന്നു പോകണം അല്ലേ അങ്ങോട്ട്? 4 സോണായിട്ടാണ് ഈ തിരിച്ചേക്കുന്നത്. 4 സോണായിട്ടാണ് ഈ ഏരിയ മൊത്തം തിരിച്ചേക്കുന്നത്. അതിൻ്റെ ഏറ്റവും സെൻട്രലുള്ളതാണ് ഈ മാത്രി മന്ദിരം എന്ന് പറയുന്നത്. ഓരോ സോണും ഓരോ ഉദ്ദേശത്തോടുകൂടിയാണ്. ഒരെണ്ണം ഇൻഡസ്ട്രിയൽ, ഒരെണ്ണം റെസിഡൻഷ്യൽ ഏരിയ, ഒരെണ്ണം ഇൻ്റർനാഷണൽ ഏരിയ, ഒരെണ്ണം കൾച്ചറൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സോണിലും അതിൻ്റേതായ ആക്ടിവിറ്റീസാണ് നടക്കുന്നത്. അത് അവിടെ നമുക്കും താമസിക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ റെസിഡൻസ് അവിടെ താമസിച്ച് അവർ ജോലി ചെയ്യുകയും കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണം. മൊത്തത്തിലൊരു ഫോറസ്റ്റ് വൈബ് അല്ലേ? ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ബാക്കിലുള്ള ഒരുപാട് നടക്കാനുണ്ട്. ഏകദേശം 1.5 കിലോമീറ്റർ അല്ലേ? 1.5 കിലോമീറ്റർ നടക്കാം. അതാണ്. നമുക്ക് തിരിച്ചു പോകാൻ ഈ ബസ്സുണ്ട്. ക്യൂ നിൽക്കണം അല്ലേ? എത്തിയോ? ദാഹിക്കുന്നോ? വെള്ളം എടുക്കാന്ന് ഞാൻ പറഞ്ഞല്ലേ? വെള്ളം എടുത്തായിരുന്നു, ഇപ്പൊ കുടിച്ചുകൂടായിരുന്നോ? വെള്ളം എടുക്കാത്തോണ്ടിപ്പം കുടിക്കാൻ പറ്റുന്നില്ലല്ലോ. കൊള്ളാം കേട്ടോ. എവിടെയെങ്കിലും ഇച്ചിരി വെള്ളം കിട്ടിയായിരുന്നെങ്കിൽ. അടിപൊളി. ഒടുക്കത്തെ ക്യൂ. ഇതാണ് സംഭവം. ഇത് നമ്മൾ അടുത്ത് പോയി കാണണമെങ്കിൽ വേറെ പാസ് എടുക്കണം അല്ലേ? പെർമനന്റ് സ്റ്റേ, ഒരാഴ്ച കൂടുതൽ ഒരാഴ്ച കൊണ്ട് താമസിക്കുന്ന റെസ്റ്റോറൻറ്റ്, അതിൽ സ്റ്റേ ചെയ്താലേ ഇവിടുത്തെ കാർഡ് കിട്ടുള്ളൂ എന്നാണ്. പെർമനന്റ് സ്റ്റേസ്, ഗസ്റ്റ് ഹൗസ് അല്ല, റെസിഡൻഷ്യൽ സ്റ്റേസ് അതിൽ സ്റ്റേ ചെയ്താലേ ഇവിടുത്തെ കാർഡ് കിട്ടുള്ളൂ. ഇവിടുത്തെ കാർഡ് ഉണ്ടെങ്കിൽ അത് കയറാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ശരി.
ഫോക്കസ് ആണോ എന്തോ. ഞങ്ങളങ്ങനെ തിരിച്ചു പോവാണ് കേട്ടോ. ഭയങ്കര വെയിലാണ്. പിന്നെ നമുക്ക് അകത്തോട്ട് നടക്കുന്ന വഴിയിലൊക്കെ തണലുണ്ട്, അവിടെ കാണുന്ന സ്ഥലത്ത് മാത്രം വെയിലുണ്ട്. കുറച്ച് ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങുക. നമ്മളിവിടെ ലഞ്ച് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പം നമ്മളിവിടെ വന്നേക്കുവാണ്. നോക്കട്ടെ എന്തൊക്കെയാണ് അവൈലബിൾ എന്നുള്ളത്. പല വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഞങ്ങൾ മീൽസാണ് ഓർഡർ ചെയ്തത്. എന്നാലും അത് കിട്ടാനായിട്ട് തന്നെ നല്ല ഡിലേ ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിൽ വളരെ കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇന്നത്തെ നമ്മുടെ ബാക്കി പ്ലാനൊക്കെ എന്താകുമെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഹോട്ടലിലേക്കാണ് പോയത്. കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം ഞങ്ങളിത് ഫ്രഞ്ച് കോളനി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കൊള്ളാവോ? ഇതെന്താ സാധനം? ഇതെന്താണെന്ന് പറയോ? ഫ്രഞ്ച് യുദ്ധത്തിൽ പങ്കെടുത്ത മരിച്ച ഇന്ത്യൻ സോൾജേഴ്സിന് മെമ്മറിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ട് വെച്ചേക്കുന്ന ഫ്രഞ്ച് വാർ മെമ്മോറിയലാണ്. ഫ്രഞ്ച് കോളനി ആയിരുന്നല്ലോ, ആ രീതിയിൽ സൂക്ഷിച്ചേ. കൊള്ളാവോ? കാറ്റുണ്ടോ? സൺറൈസ് രാവിലെ കാണാൻ പറ്റുന്നുണ്ട്. കൊള്ളാവോ? കണ്ണങ്ങ് വിടർന്നല്ലോ. നല്ല തണുപ്പാന്ന് തോന്നുന്നു. കൊള്ളാല്ലേ? ആ ലോബ്സ്റ്റർ തിന്നുന്നേ ആണോ? ഓ ആ, അപ്പൊ ഇതൊരു സ്പെഷ്യൽ വീഡിയോയാ. ആ ശരിയാ, ഈ ഒരു
റേഞ്ചിലുള്ളത് കിട്ടിയില്ല. എല്ലാം വലിയ സാധനങ്ങളായിരുന്നു. ശരിയാണ്. പോണ്ടിച്ചേരിയിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. നമ്മുടെ ട്രിപ്പ് ഏകദേശം കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നേരെ തിരിച്ച് ബാങ്കോക്ക് പോവുകയാണ്. വഴിയിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷ്വൽസ് ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കും. പിന്നെ ഇവിടെ വൈറ്റ് സാൻഡ് ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട്. അന്നേരം നമ്മൾ ഒരു ബീച്ചിലേ ഇവിടെ പോയുള്ളൂ. നമ്മുടെ ബീച്ചിലും അല്ല പോയത്, ആ പ്രോമനൈഡിലാണ്, ബീച്ചിന്റെ സൈഡിൽ കൂട്ടുള്ള റോഡിലാണ് നമ്മൾ പോയത്. ബീച്ചിൽ ആക്ച്വലി പോയില്ല. അപ്പം ജസ്റ്റ് വൈറ്റ് സാൻഡ് ബീച്ചിലൊന്ന് പോയി നോക്കിയിട്ട് അങ്ങനെ പോവാം എന്നാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ അമ്മ, അങ്ങനെ നമ്മുടെ ഒരു വീക്കെൻഡ് ട്രിപ്പ് ഇവിടെ കഴിയുകയാണ്. നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഇവിടെ വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. അപ്പോൾ അടുത്ത യാത്രയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ. നമുക്ക് ഇറങ്ങാം. പോവാം. അങ്ങനെ നമ്മൾ പോവാണ്. യെസ്, കൊള്ളാം. ബൈ. യെസ്, താങ്ക് യു. നല്ല വെയിലുണ്ട്. അങ്ങനെ പോണ്ടിച്ചേരിയിൽ നിന്ന് ഞങ്ങൾ പോവുകയാണ്. നല്ല പൊരിഞ്ഞ വെയിലായതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയല്ലേ. 2 ദിവസം ഇന്നലെ മഞ്ഞൊന്നും ശരിക്കും പറഞ്ഞാൽ വെയിലേ ഇല്ലായിരുന്നു. ഫുള്ളും മേഘങ്ങളും മൂടി കിടക്കുമായിരുന്നുകൊണ്ട് പകല് ഫുള്ള് വെയിലേ ഇല്ലായിരുന്നു. പക്ഷെ ഇന്നിപ്പം നല്ല പൊരിഞ്ഞ വെയിൽ. ഇന്നും രാവിലെ മേഘം മൂടി കിടക്കുകയെന്ന് വിചാരിച്ചാണ് നമ്മൾ സൺറൈസ് കാണാൻ എണീക്കുന്നത്. അല്ലെങ്കിൽ എണീറ്റ് പോയാൽ നമുക്ക് സൺറൈസ് കാണാമായിരുന്നു. വെറുതെ ഉറക്കം കളഞ്ഞ് എണീറ്റ് പോയി മേഘം മൂടിയത് കണ്ടിട്ട് വരണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ രാവിലെ എണീക്കുന്നത്. പക്ഷേ ഇന്ന് പോയിരുന്നെങ്കിൽ നല്ലൊരു സൺറൈസ് കാണാൻ പറ്റിയത്. ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് അടുത്ത വട്ടം നോക്കാം. ഇനിയിപ്പം ഈ വെയിലത്ത് ഇറങ്ങണ്ടല്ലോ, നമുക്കങ്ങ് പോവാം. വെയിലത്ത് ഇറങ്ങണ്ട, പോവാം. പൊരിഞ്ഞ വെയിൽ. ശരി. അപ്പം ഞങ്ങൾ ഇറങ്ങി കേട്ടോ. കുറച്ച് ഇങ്ങോട്ട് വന്നപ്പം കുറച്ച് നല്ലൊരു ഏരിയ കണ്ട്. നമ്മളിപ്പം പോണ്ടി ഏതായിരുന്നു? വൈറ്റ് സാൻഡ് ബീച്ച് അല്ലേ? ബീച്ച് എന്നാണ് ഗൂഗിളിൽ ഇതിന്റെ പേര് പറയുന്നത്. അതെ, അത് തന്നെയാണോ ഇതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സാൻഡ് കണ്ടിട്ട് അത്ര വൈറ്റ് കളറൊന്നും അല്ല, സാധാ ബീച്ച് പോലെ ഉള്ളു. എന്നാലും നമുക്കിത് കണ്ടിട്ട് പോവാം. ഞങ്ങൾ പോണ വഴിക്ക് 2 മുറം വാങ്ങിച്ചേ. 250 രൂപ. അപ്പം ഇത് വാങ്ങിച്ചപ്പോൾ അവര് നമുക്ക് പ്രാർത്ഥിച്ചിട്ടാ തന്നേല്ലേ. അല്ലാതെ മുറം വാങ്ങിക്കുമ്പോ അല്ലാതെ നമ്മള് വാങ്ങിച്ചൂടാ, കൊണ്ടുപോയി കൂടാന്നൊക്കെ. കരിമ്പ് വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. நீ அழுக கூடாது.